മെയ് 23 ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഇന്നത്തെ ഒരു ഗ്ലോബൽ സിനേരിയോയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് 3 യൂറോപ്യൻ രാജ്യങ്ങൾ അയർലൻഡ്, നോർവേ, സ്പെയിൻ, ഇവർ 3 പേരും ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഫോർമലി പലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്, റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിരവധി ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഓക്കെ, അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, മറിച്ച് ഇതിൻ്റെ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവ് ഈ 3 രാജ്യങ്ങളുടെയും ലൊക്കേഷൻ മാത്രമാണ് ഇപ്പം നോക്കുന്നത്. ഓക്കെ, അപ്പം ന്യൂസ് ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അതായത് ഇപ്പം ഈ ഒരു ഇസ്രയേൽ ഹമാസ് തമ്മിലുള്ള ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ, അതും എസ്പെഷ്യലി ഈ ഒരു സിനേരിയോയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇസ്രയേൽ ഗാസ ഓൾമോസ്റ്റ് അറ്റാക്ക് ചെയ്തതിന് ശേഷം ഗാസയിലുള്ള എല്ലാവരും ഏകദേശം സദേൺ പോർഷനിലോട്ട് മാറിയപ്പം, അതായത് ഇവിടെ റാഫ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഈ റെഫ്യൂജീസ് എല്ലാം മാറിയിട്ടുള്ളത്. ഇപ്പം ആ ഒരു റീജിയനിലോട്ടും അവരുടെ അറ്റാക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിനേരിയോയിലാണ് അവരുടെ സപ്പോർട്ടേഴ്സ് എന്ന് വിശ്വസിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ നിന്നും ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വരുന്നത്. അതായത് 3 രാജ്യങ്ങൾ അയർലൻഡ്, നോർവേ, സ്പെയിൻ, ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോർമലി ഈ സ്റ്റേറ്റ് ഓഫ് പലസ്തീനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, കാരണം വെസ്റ്റ് ഏഷ്യയുടെ പീസിനും സ്റ്റെബിലിറ്റിക്കും ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അയർലൻഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, അയർലൻഡ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനും ഒരു അവകാശമുണ്ട്, അതായത് അവരുടെ നൈബേഴ്സുമായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു മൂവ് എന്ന് പറയുന്നത് അതിനുള്ള തുടക്കമാവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ രാജ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇതിൻ്റെ ലൊക്കേഷൻ മാത്രമാണ് നോക്കുന്നത്. അപ്പം അയർലൻഡ്, നോർവേ, സ്പെയിൻ 3 യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പം അയർലൻഡ് എന്ന് പറയുമ്പം UK അടുത്തായിട്ടാണ് വരുന്നത്. നോർവേ ഒരു നോർഡിക് രാജ്യമാണ്. ഓക്കെ, ആൻഡ് സ്പെയിൻ ഐബീരിയൻ പെനിൻസുലയിൽ പോർച്ചുഗലിൻ്റെ അടുത്തായിട്ടാണ് സ്പെയിൻ വരുന്നത്. ദെൻ വിത്ത് റെസ്പെക്ട് ടു ഇസ്രയേൽ പലസ്തീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പലസ്തീൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കും ഗാസയാണ് വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഗാസ സ്ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇസ്രയേൽ അറ്റാക്ക് ചെയ്തിരുന്നു. ഇത് കൂടാതെ വെസ്റ്റ് ഏഷ്യയിലുള്ള ഓരോ രാജ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഓരോ ദിവസവും വാർത്തയിൽ ഏതെങ്കിലും ഒരു വെസ്റ്റ് ഏഷ്യൻ രാജ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് റിവൈസ് ചെയ്യാം. അടുത്ത വാർത്ത ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം പല രീതിയിൽ ഇപ്പം ഇലക്ഷൻ റാലീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പൊളിറ്റിക്കൽ ലീഡേഴ്സും പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കുന്നു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പം പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കാം. അപ്പം നമുക്ക് നോക്കാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സസ് അത് വളരെ വൃത്തിയായിട്ട് നടക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാച്ച് ഡോഗായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ബോഡിക്കുണ്ട്. ഓക്കെ, എന്നാൽ ഈയിടെ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ഡയറക്റ്റീവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ MCCയുടെ ഒരു വയലേഷൻ എന്നുള്ള രീതിയിൽ പല ഇലക്ഷൻ റാലീസിനും പ്രസംഗിക്കുന്നതിനിടെ ഇപ്പം BJP ആസ് വെൽ ആസ് കോൺഗ്രസ് ലീഡേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ റിയാക്ട് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ 2 പാർട്ടീസിനെയും പറഞ്ഞിരുന്നു, അതായത് വാൺ ചെയ്തിരുന്നു, അതായത് ഡിവിസീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻസിൻ്റെ ഭാഗമാക്കരുത്, അത് പരമാവധി അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ടൈംലി ആയിട്ടല്ല പറഞ്ഞത്. ഓക്കെ, കുറച്ചൊരു ഡിലേ വന്നിരുന്നു, പക്ഷേ നെസസറി ആക്ഷൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തത്. പക്ഷെ ടൈംലി ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ ആയിരുന്നില്ല എന്നുള്ളതാണ് ആദ്യം ഓതർ നോട്ട് ചെയ്യുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ റെസ്പോൺസസ് എങ്ങനെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പാസ്റ്റ് ആക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ഇഫക്റ്റീവ്നെസ്സും ഇമ്പാർഷ്യാലിറ്റി, പ്രോംപ്റ്റ്നെസ് ഇതിലൊക്കെ വളരെ വലിയൊരു ഇടിവ് സംഭവിച്ചതായിട്ടാണ് ഓതർ പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനിലെ ഒരു പ്രവൃത്തികൾ തന്നെ ഇങ്ങനെ ഒരു ഇൻഎഫിഷ്യൻസിയിലോട്ട് പോകുന്ന സമയത്ത് അത് ഇന്ത്യൻ ഇലക്ടറേറ്റിനെ തന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഓതർ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ഡെമോക്രസിയുടെ മെയിൻ ആശയം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന ഇന്ത്യൻ ഡെമോക്രസി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഡെമോക്രസിയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇലക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇലക്ഷൻസിനെ ഇമ്പാർഷ്യലായിട്ട് നോക്കി നടത്തുന്ന ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം അവർ ഇൻഎഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഡെമോക്രസിയുടെ പുറത്തുള്ള ട്രസ്റ്റ് തന്നെയായിരിക്കും ഇറോഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ
ഇത് മാത്രമല്ല, ഈയിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലോട്ടുള്ള മെമ്പേഴ്സ്, അതായത് ഇപ്പം CEC ആവട്ടെ, അതർ ഇലക്ഷൻ കമ്മീഷൻ മെമ്പേഴ്സ് ആവട്ടെ, അതർ ECs ആവട്ടെ, അപ്പം ഇവരുടെ ഒരു അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റി വിച്ച് കൺസിസ്റ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ദി ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ദി ലാർജസ്റ്റ് പാർട്ടി. ഓക്കെ, അപ്പം ഈ ഒരു കമ്മിറ്റിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രൈം മിനിസ്റ്റർ നിർദ്ദേശിക്കുന്ന ഒരു മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, അദ്ദേഹത്തെയാണ്, ഇങ്ങനെ ഒരു കമ്മിറ്റിയാണ് ഇപ്പം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇൻഎഫക്റ്റീവ്നെസ്സിന് കാരണം ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ ഫോർമേഷൻ ആണ് എന്നുള്ളൊരു കാര്യവും ഓദർ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് പല രീതിയിൽ ഇപ്പം പാർട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും പാർട്ടി ലീഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇൻ്റർവെൻഷൻസ് നടത്തിയിരുന്നെങ്കിലും ടൈംലി ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ അല്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം BJP ലീഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് എസ്പെഷ്യലി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ബൻസ്വാരയിലെ സ്പീച്ച് എന്ന് പറയുന്നത് വളരെയധികം കോൺട്രവേഴ്സീസ് വിളിച്ചു വരുത്തിയൊരു സ്പീച്ചായിരുന്നു. പക്ഷെ അതിന് ടൈംലി ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ ആരും നടത്തിയിട്ടില്ലായിരുന്നു, ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരുന്നില്ല. അപ്പം കുറേ ദിവസത്തിന് ശേഷം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പാർട്ടി ലീഡറായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ് ആയിട്ടുള്ള JP നദ്ദയ്ക്ക് എന്ത് ചെയ്തു, ഒരു ലെറ്റർ അയച്ചു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അനാവശ്യമായിട്ടുള്ള ഡിവിസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലെവിടെയും പ്രൈം മിനിസ്റ്ററുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. ഓക്കെ, ദെൻ വിത്ത് റെസ്പെക്ട് ടു കോൺഗ്രസ് നമ്മൾ നോക്കുകയാണെങ്കിലും ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ നേരെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ലെറ്റർ എഴുതിയത്. അതായത് പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് പറയുന്നത് അവർ അനാവശ്യമായിട്ട് കമ്മ്യൂണിറ്റി ടെൻഷൻസ് വിളിച്ചു വരുത്തത്, അങ്ങനെയുള്ള ഇൻ്റർവെൻഷൻസ് ഒന്നും സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, സിമിലർലി ഈയിടെ നമുക്കറിയാം കൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു അദ്ദേഹം. അവിടെ നിന്നും വന്ന് BJP കാൻഡിഡേറ്റായി അഭിജിത് ഗംഗോപാധ്യായ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ റിമാർക്സ് വലിയ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കണ്ടം ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഏകദേശം, അതായത് മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസിൻ്റെ ലീഡറായിട്ടുള്ള മമതാ ബാനർജിക്ക് നേരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇൻ ടേംസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അത് 24 മണിക്കൂർ അദ്ദേഹത്തെ ക്യാമ്പയിനിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർവെൻഷൻ ഇലക്ഷൻ കമ്മീഷൻ അവിടെ എടുത്തിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ പല രീതിയിൽ പല ലീഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ആക്ഷൻസ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട് സിമിലർ ഇഷ്യൂസിൽ തന്നെ. പക്ഷേ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കുറേയധികം കേസസ് കിടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, UP ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗി ആദിത്യനാഥ്, ആസാം ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ, ഇവരെല്ലാം MCC വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് പല രീതിയിലുള്ള കേസുകൾ ഇപ്പം പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതിനൊന്നും ഇതുവരെ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് ഇടപെടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും ആര് പറയുന്നുണ്ട്, ഓദർ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ഓദർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ആക്ഷൻസ് ഇപ്പം അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ പലപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടൈംലി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ അല്ല ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അവർ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇമ്പാർഷ്യലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് സഫീഷ്യൻ്റ് അല്ല. പണ്ടത്തെ പാസ്റ്റ് ആക്ടിവിറ്റീസും എഫിഷ്യൻസീസൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരിക്കലും നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻ്റർവെൻഷൻ അല്ല ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഡെമോക്രസി നോക്കുന്ന സമയത്ത് അവിടെ പല രീതിയിലുള്ള ഡിബേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു പോളിസി മാറ്റേഴ്സ്, ലോസ്, ലെജിസ്ലേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്നാൽ മാത്രമേ അവിടെ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആവുള്ളൂ. പക്ഷേ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് ഒരിക്കലും ഹെയ്റ്റ് സ്പീച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കാനായിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്തം എടുക്കേണ്ടത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഇലക്ഷൻ ടൈംസിൽ. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും കാൻഡിഡേറ്റ്സിനും ഇടയിൽ ഇലക്ഷൻ ടൈമിൽ കൊണ്ടുവരാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ ഇൻറ്റഗ്രിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, കാരണം ഈ ഒരു MCC മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മിസ്യൂസ് ഓഫ് പവർ അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് ഇലക്ഷൻസ് ടൈമിൽ അനാവശ്യമായിട്ട് റിസോഴ്സസോ പവേഴ്സോ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം. എല്ലാവരും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഉറപ്പുവരുത്തുന്നത്. അറ്റ് ദ സെയിം ടൈം പൊളിറ്റിക്കൽ ഡിബേറ്റ്സും ഡിസഗ്രിമെൻറ്റുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നില്ല, ഹിൻഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരെയും അത് സൈലൻസ് ചെയ്യുന്നില്ല.
കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളൊരു ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ആരും ഇനി എന്താ പറയുക നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ലോസിന് അഗേൻസ്റ്റ് ആയിട്ടൊന്നും പറയരുത്, അങ്ങനെ ഒരു ചട്ടമല്ല MCC എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയുക ഒരു പ്രശ്നമായിട്ട് ഒരു പ്രോബ്ലമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് പലപ്പോഴും പോളറൈസേഷൻ അല്ലെങ്കിൽ വർഗീയപരമായിട്ട് മാറുന്നതിൽ നിന്നും ഇലക്ഷൻ കമ്മീഷന് തടയാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു പോയിന്റിലാണ് ഇത് ഫെയിലിയറായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം കൃത്യമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇല്ലാതാവുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഓദർ സൂചിപ്പിക്കുന്നത്. സോ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ഷൻസിൻ്റെ ഈ ഒരു ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ ലെജിറ്റിമസി സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് വാല്യൂസ് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ റോൾ എന്ന് പറയുന്നത് അവരുടെ ക്രെഡിബിലിറ്റി, ഇൻറ്റഗ്രിറ്റി അതെല്ലാം വളരെയധികം വൈറ്റലാണ്. അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യവും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എങ്ങാനും ബയസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ മൊത്തം ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് തന്നെയാണ് ബാധിക്കുന്നത്. അതിന് പുറത്തുള്ള ജനങ്ങളുടെ പബ്ലിക് ട്രസ്റ്റിനെ തന്നെയാണ് ബാധിക്കുന്നത്. ഇതിപ്പം ഇലക്ഷൻ കമ്മീഷന് മാത്രമല്ല, it should be our independence, it should be priority for political parties, judiciary and other stakeholders in Indian democracy. അപ്പം കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ it is too important to be left to operate without adequate oversight and support എന്നുള്ളതാണ്. അതായത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഇലക്ഷൻസിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇപ്പം കുറച്ചുകൂടി ഇമ്പാർഷ്യലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പ്രോംപ്റ്റ് ആയിട്ട് വേണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാവേണ്ടത്. സോ ദാറ്റ് നമുക്ക് നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂസ് ആക്റ്റീവ്ലി സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് അത് മാത്രമേ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിലുള്ള പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നമ്മുടെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസേന മലയാളത്തിലുള്ള ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ഇപ്പോൾ പ്രതിമാസം വെറും 159 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് AS ആപ്പ് വഴിയും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ കേൾക്കാവുന്നതാണ്.